തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ മുഹമ്മദ് അനസ്. അദ്ദേഹം ഒരു ഭിന്നശേഷിക്കാരനാണ്. അദ്ദേഹത്തെ അതിക്രൂരമായിട്ട് ആക്രമിച്ചിരിക്കുകയാണ് കുറച്ച് സഖാക്കൾ, SFI സഖാക്കൾ. ഇപ്പോൾ യൂണിയൻ ഓഫീസിലാണ് ഈ സംഭവം അരങ്ങേറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് കെട്ടിയിട്ടിട്ട് ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ളൊരു ആളെ, ഒരു കുട്ടിയെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നിഷ്ഠൂരമാണത്. തീർച്ചയായിട്ടും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, അതായത് 92, 97 ആ കാലത്ത് പോലും, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലല്ല പഠിച്ചതെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജ് ഒരു വലിയ, എന്താ പറയണ്ടേ, ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് അന്ന് മുതലേ ഞങ്ങളൊക്കെ അതിനെ കാണുന്നത്. വിദ്യാർത്ഥികൾ ഒരുപാട് പേര് അതിനെ കണ്ടിരുന്നു. അവിടെ SFI അല്ലാതെ മറ്റൊരു ശക്തിയെയും വാഴാൻ, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും വാഴാൻ, എന്തിനു പറയുന്നു, LDFിലെ ഘടകകക്ഷിയായ CPIൻ്റെ വിദ്യാർത്ഥി യൂണിയൻ AISFനെ പോലും അവിടെ പ്രവർത്തിക്കാൻ അവർ അനുവദിച്ചിട്ടില്ല. അത് SFIയുടെ ഒരു ചെങ്കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയാണ് ഈ ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. ഒരു ഭിന്നശേഷിക്കാരനായ ഒരു കൗമാരം വിട്ടുമാറാത്ത ഒരു വിദ്യാർത്ഥിക്ക് അതിക്രൂരമായ മർദ്ദനമേറ്റിരിക്കുന്നു. അദ്ദേഹത്തിന് കാലിന് എന്തോ പോളിയോ എന്തോ ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ആ കുട്ടിയെ, മുഹമ്മദ് അനസ്, ആ കുട്ടിയുടെ കാലിൽ ഈ എന്താ പറയുക, രോഗം ബാധിച്ചിരിക്കുന്ന കാലിൽ അതിക്രൂരമായി ചവിട്ടി, വടി കൊണ്ട് അടിച്ചു, പോരാഞ്ഞിട്ട് ആ വടി കൊണ്ട് തലയ്ക്കടിച്ചു. അങ്ങനെ ഭീകരമായ രീതിയിൽ ശരീരം മുഴുവനും മർദ്ദിച്ചു എന്നാണ് ആ കുട്ടി കൊടുത്തിരിക്കുന്ന പരാതി. കണ്ടോൺമെൻറ്റ് പോലീസിൽ കൊടുത്തിരിക്കുന്ന പരാതി. ഇത് കോളേജ് പ്രിൻസിപ്പലിനും പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസിപ്ലിൻ കമ്മിറ്റി, എല്ലാ കോളേജിലും ഇപ്പോൾ ഡിസിപ്ലിൻ കമ്മിറ്റികളുണ്ട്. അതിൻ്റെ കൺവീനറായ അധ്യാപകൻ വിളിച്ച് മൊഴിയെടുക്കാൻ വേണ്ടി ഈ കുട്ടിയെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് പോകാൻ ഭയമാണ്. കോളേജിൽ ചെന്നാൽ ഇവർ കാല് വെട്ടും എന്നാണ് ഈ സഖാക്കൾ പറഞ്ഞിരിക്കുന്നത്, മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കാരണം, ഇയാൾ ഇസ്ലാമിക് ഹിസ്റ്ററിയിലാണ് പഠിക്കുന്നത്. ഈ കുട്ടി, ഈ മുഹമ്മദ് അനസ്, ഇവർ പറയുന്നത്, പ്രത്യേകിച്ചും യൂണിയൻ നേതാക്കൾ പറയുന്നത് അനുസരിക്കുന്നില്ല. 4 പേരുടെ കാര്യമാണ് ഈ കുട്ടി പറയുന്നത്. അതിലൊരു മുൻ ചെയർമാനും ഉണ്ട്. അവർ പറയുന്ന ഒരു കാര്യവും ഇയാൾ അനുസരിക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നു, എതിർക്കുന്നു എന്നൊക്കെ ആരോപിച്ചാണ് ഈ മർദ്ദൻ. അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, അവർ മർദ്ദിക്കുന്ന അവസരത്തിലും യൂണിയൻ റൂമിൽ കൊണ്ടുപോയി അവിടെ ഇട്ടാണ് മർദ്ദിക്കുന്നത്. നിനക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചുകൂടേടാ, നീ ആരാ, ഇവിടെ ഞങ്ങൾ വിചാരിക്കുന്നതേ നടക്കുകയുള്ളൂ, ഞങ്ങളാണ് ഇവിടുത്തെ പാർട്ടി, ഞാനാണ് ഇവിടുത്തെ പാർട്ടി എന്ന് പറഞ്ഞാണ് ഓരോരുത്തരും ഈ അനസിനെ തല്ലിയത്. ഇപ്പോൾ വാർത്ത പുറത്തു വന്നു, ദൃശ്യമാധ്യമങ്ങൾക്കെല്ലാം അനസിൻ്റെ എന്താ പറയേണ്ട വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. എന്നെ മർദ്ദിച്ചു എന്ന് പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇത് മുമ്പും ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. നമ്മൾ സിദ്ധാർത്ഥ് വയനാട് വെറ്റിനറി കോളേജിലെ അത് വയനാട്ടിൽ നിന്ന് ഇതുവരെ നമ്മൾ തീർച്ചയായിട്ടും അത് ഇപ്പോൾ ആ കേസ് പോലും എവിടെ എത്തി, ഇപ്പോൾ CBI അന്വേഷിക്കുകയാണ്. പക്ഷെ ആ കേസ് പോലും എവിടെ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ ഇവർ അതിനെല്ലാം അട്ടിമറിച്ചു. എല്ലാ അന്വേഷണവും അട്ടിമറിച്ച്, തെളിവുകൾ നശിപ്പിച്ച്, ആകപ്പാടെ എന്താ പറയേണ്ട, ഒരു വിധത്തിലും കുറ്റവാളികൾ പിടിക്കപ്പെട്ടാലല്ലേ ശിക്ഷിക്കപ്പെടുകയുള്ളൂ, അങ്ങനെ പിടിക്കപ്പെടാൻ പോലും സാധ്യതയില്ലാത്ത രീതിയിൽ അതിനെ മാറ്റിമറിച്ചു കളഞ്ഞു. ഈ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലും ഇങ്ങനത്തെ ഒരുപാട്, നമുക്ക് ആരുടെയെങ്കിലും പേര് പറഞ്ഞിതിനെ ഇന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നൊരു വിഷയമല്ലേ. അവിടെ വളരെ കൃത്യമായിട്ട് എന്തിനു പറയുന്നു, ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ ഭാരവാഹികളായിരുന്ന, നേതാക്കളായിരുന്ന വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർച്ച, PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയ കേസിൽ പോലും ഉൾപ്പെട്ടിട്ടുണ്ട്. വളരെ വ്യാപകമായി, അതായത് സംസ്ഥാന പോലീസ് സേനയിലേക്ക് PSC നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ അവർക്ക് നേരത്തെ കിട്ടിയെന്നാണ്, ആ ചോദ്യങ്ങൾ നേരത്തെ കിട്ടിയെന്നാണ്. അങ്ങനെ പോലും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ SFI ഭാരവാഹികളായിരിക്കുന്ന, മുൻ വിദ്യാർത്ഥികളായിരിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിലെന്നല്ല, SFI എവിടെ ഉണ്ടോ അവിടെ എല്ലാം സഖാക്കളുടെ, ഇപ്പം നമുക്ക് എറണാകുളത്ത് മഹാരാജാസ് കോളേജിലെ കാര്യങ്ങൾ അറിയാമല്ലോ അല്ലേ. അധ്യാപികയ്ക്ക് കുഴിമാട ഒരുക്കുക, പാലക്കാട് വിക്ടോറിയ കോളേജിലെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ, തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ കഥ കേട്ടിട്ടില്ലേ, എന്താ പറയുക, പ്രിൻസിപ്പളിൻ്റെ കസേര എടുത്തുകൊണ്ട് വന്ന് മൈതാനത്തിട്ട് കത്തിക്കുക. ഇതൊക്കെയാണ് SFIയുടെ കലാപരിപാടികൾ. സ്വാതന്ത്ര്യം, സോഷ്യലിസം, സമത്വം എന്നൊക്കെ പറയുമ്പോഴും
അവർ ചെയ്യുന്നത് ഇതാണ്. ഒരു എന്താ പറയുക, ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ താൻ പോരിമ, അവരുടെ അഹങ്കാരം. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇവർ ഇത്രയും അധികം പ്രശ്നങ്ങൾ പല ക്യാമ്പസുകളിൽ ഉണ്ടാക്കിയിട്ടും വീണ്ടും വീണ്ടും ഇതേ സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. ഈ സംസ്ഥാന നേതൃത്വം എന്താ ഇതിലൊന്നും എങ്ങനെ ഇടപെടുന്നില്ലേ? സംസ്ഥാന നേതൃത്വം ഗൗതം ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഇപ്പോൾ SFIയുടെ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന ആള് ആർഷോയാണ്. ഈ ആർഷോ എന്താ ചെയ്തത്? ആർഷോ എത്ര ദിവസം റിമാൻഡിലായിരുന്നു, സബ് ജയിലിൽ കിടന്നു. ഈ AISFൻ്റെ നേതാവായ ഒരു വനിതാ നേതാവിനെ എത്ര മോശമായിട്ടാണ്, പുറത്ത് പറയാൻ കൊള്ളാത്ത, എന്താ പറയണ്ടേ, വെളിയിൽ പറയാൻ കൊള്ളില്ലാത്ത അസഭ്യവും അശ്ലീലവും അല്ലേ പറഞ്ഞത് അയാൾ, അല്ലേ? അതെ. എന്ത് മോശപ്പെട്ട വാക്കുകളാണ് ഉപയോഗിച്ചത്, എത്ര വലിയ ഭീഷണി അയാൾ മുഴക്കിയത്. എന്നിട്ട് ആ ആർഷോ, നമുക്കറിയാം, രാഷ്ട്രീയം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരാശയത്തിന് വേണ്ടി യൂണിയൻ പ്രവർത്തനം നടത്തുമ്പോൾ അവരുടെ ഭാഷയിൽ അതൊക്കെ വിദ്യാർത്ഥികളുടെ പോരാട്ടമാണ്, എന്ത് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ എതിർ പക്ഷത്ത് നിൽക്കുന്നവരുമായിട്ട് സംഘർഷത്തിലുണ്ടാകുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പ്രായം അതാണ്, കുട്ടികളാണ്, വളരെ ചെറുപ്പമാണ്. അപ്പോൾ പെട്ടെന്ന് വികാരത്തിന് അടിമപ്പെട്ട് അടിയൊക്കെ ഉണ്ടാക്കും. ഒന്നും ശരിയല്ല, തെറ്റാണ്, നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ അത് തെറ്റാണ്, അതിന് നടപടി വേണ്ടതാണ്, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അപ്പോഴും കുട്ടികളാണല്ലോ, അവർ കുട്ടികളുടേതായ രീതിയിൽ കാണിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് സമാധാനിക്കാറുണ്ട് ആൾക്കാർ. പക്ഷേ ഈ ആർഷോയെ പോലെയുള്ള ആൾക്കാർ പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെയാണോ? അതായത് ഈ കുട്ടി സഖാക്കൾക്ക്, SFIയിലെ കുട്ടി സഖാക്കൾക്ക് മാതൃകയാക്കാൻ നല്ല നേതാക്കളൊന്നും ഇല്ല എന്നർത്ഥം. തീർച്ചയായിട്ടും ഇടതുപക്ഷത്ത് അവരാരെയാണ് പിന്തുടരുന്നത്? പിണറായിസം. പിണറായിസമാണ്. ഒരു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു കാലത്ത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നത് കണ്ണൂരിലുള്ള ജനങ്ങൾക്ക് അറിയാമല്ലോ അതൊക്കെ. വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ എന്താ പറയണ്ടേ, ഇന്ന് നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഒരു കാലത്ത് ഈ കേസിൽ പ്രതിയായ ആളാണ്. അന്ന് ആ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിനെതിരെ ആരും സാക്ഷി പറയാനുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ പലരും, അന്നത്തെ ആ സംഭവം കണ്ട പലരും ഇന്ന് ധൈര്യം സംഭരിച്ച് പറയുന്നുണ്ട് അന്നിങ്ങനെയൊക്കെ നടന്നു എന്ന് പറയുന്ന മൊഴികൾ പലതും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ കാര്യമില്ല, കേസ് വിട്ടു. ഇതാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ മാതൃകയാക്കുന്നത്. അവർ പിന്നെ എങ്ങനെ ശരിയാകും? അവർ ആരെ കണ്ടാണ് പഠിക്കുന്നത്? ഈ എന്താ പറയണ്ടേ, വടിവാളും വെട്ടുകത്തിയും ബോംബും പെട്രോൾ ബോംബും ഒക്കെ ഉപയോഗിക്കുന്ന സംസ്കാരത്തിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിട്ടത് ആരാണ്? വാസ്തവത്തിൽ ഈ മുതിർന്ന പാർട്ടിക്കാരല്ലേ. ക്യാമ്പസിലേക്ക് വരുന്ന പല വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തിയും ആ രീതിയിലൊക്കെ ഫോഴ്സ്ഫുള്ളി, നിർബന്ധപൂർവം മെമ്പർഷിപ്പ് എടുപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ പേര്. അതൊക്കെ എത്രയോ ചെറുത്. ഞങ്ങളും ഒക്കെ പഠിക്കുന്ന കാലത്ത്, അതായത് സമരം ചെയ്യാൻ വേണ്ടി വന്നില്ലെങ്കിൽ പല രീതിയിൽ ആക്രമിക്കുക. കേൾക്കൂ, ഞാൻ തിരുവനന്തപുരത്തുള്ള ആളല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഈ ബലമായിട്ട് നിർബന്ധിച്ച് മെമ്പർഷിപ്പ് അടിച്ചേൽപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു മെമ്പർഷിപ്പിന് എത്ര, 2 രൂപ അല്ലെങ്കിൽ 5 രൂപ, പോട്ടെ, സാരമില്ല, ഒരു മെമ്പർഷിപ്പ് എടുത്തു. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പല പാർട്ടികളുടെയും മെമ്പർഷിപ്പ് എടുക്കും. ഇതൊന്നും എന്താ പറയുക, ഇഷ്ടത്തോടെ എടുക്കുന്നതല്ല. ഒരാൾ വന്ന് പറയുന്നു, മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അപ്പോൾ കുറച്ചൊക്കെ പേടിച്ചിട്ടും കുറച്ചൊക്കെ പോട്ടെ, വഴക്കുണ്ടാക്കണ്ട, നമ്മളങ്ങ് എടുത്തേക്കാം. അപ്പോൾ SFIയുടെയും KSUവിൻ്റെയും ABVPയുടെയും ഒക്കെ മെമ്പർഷിപ്പ് എടുക്കും കുട്ടികൾ. അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ഈ കുട്ടികളെ നിർബന്ധിച്ച് കോളേജിൽ പഠിപ്പ് മുടക്കി പുറത്തിറക്കി സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി പോലീസിനെതിരെ സമരം ചെയ്യിച്ച് പോലീസിൻ്റെ അടി വാങ്ങുകയാണ്. ഈ പല കുട്ടികളെയും പോലീസ്, ഇതിൻ്റെ ഇടയിൽ കുഴപ്പക്കാരായ ഇതുപോലെയുള്ള അക്രമവാസനയുള്ള വിദ്യാർത്ഥികൾ കടന്നുകൂടി പല അക്രമങ്ങളും ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട് പോലീസിനെതിരെ കല്ലെറിയുന്നത്. ഞാൻ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്, എനിക്കറിയാം. ഇന്നിപ്പോൾ MP ആയിരിക്കുന്ന റഹീമിനെ പോലീസ് മാരകമായിട്ട് മർദ്ദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റഹീം കല്ലെറിഞ്ഞിട്ടല്ല, പക്ഷേ റഹീമിൻ്റെ കൂടെ വന്നവർ വലിയ അക്രമം അവിടെ ഉണ്ടാക്കി അഴിച്ചുവിട്ടു. പോലീസിന് ലാത്തിചാർജ് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. കിട്ടിയത് ഇദ്ദേഹത്തിനെയാണ്, മാരകമായിട്ട് മർദ്ദിച്ചു. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വലിയ തോതിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി വിദ്യാർത്ഥികളെ, എന്താ പറയുക, ഈ നുകം വച്ച കാളയെ പോലെ അങ്ങനെ ഈ എന്താ പറയുക, ഉഴാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇടുമല്ലോ കാളയ്ക്ക്, അങ്ങനെ ഇട്ട് ആട്ടിത്തെളിച്ച് കൊണ്ടുവന്ന് സമരം ചെയ്യിക്കുക, അവരെ ഉപദ്രവിക്കുക, അവരെ കയ്യിലുള്ള പണം പിടിച്ചു വാങ്ങുക, ബലമായിട്ട് പിടിച്ചു വാങ്ങുക, ഭീഷണിപ്പെടുത്തി വാങ്ങുക,
ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇനി ഈ സ്റ്റുഡൻറ് സെൻറ്റർ കേന്ദ്രീകരിച്ച് പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത പല കാര്യങ്ങളും നടന്നതായിട്ടാണ് ആൾക്കാർ പറയുന്നത്. അവിടെ വെച്ച് മദ്യപിക്കുക, അവിടെ ഇരുന്ന് മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ യൂണിവേഴ്സിറ്റി കോളേജും സ്റ്റുഡൻറ് സെൻറ്ററും കേന്ദ്രീകരിച്ച് വ്യാപകമായ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് മുമ്പ്. ഇത്തരം രീതിയിലുള്ള ഒരുപാട് ആക്രമണങ്ങളും ഒരു ക്യാമ്പസിനെ വല്ലാത്ത രീതിയിൽ ക്ലാസ് മുടക്കി സമരങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെയാണ് ആളുകളെ കൊണ്ട് കലാലയ രാഷ്ട്രീയം ഒരു മഹാവൃത്തികെട്ട ഒരു സംഭവമാണെന്ന് പറയിപ്പിക്കാൻ എന്ന് ഇടയാക്കിയത്. അതെ, യഥാർത്ഥത്തിൽ ഈ കലാലയ രാഷ്ട്രീയം നല്ലൊരു കാര്യം തന്നെയാണ്, അതിൻ്റെ കൃത്യമായ ഭംഗിയായ രീതിയിൽ അത് പ്രവർത്തിക്കുകയാണെങ്കിൽ. പക്ഷേ SFI യഥാർത്ഥത്തിൽ കലാലയ രാഷ്ട്രീയത്തെ വൃത്തികേടാക്കി തീർക്കല്ലേ ചെയ്ത്? അത് കലാലയ രാഷ്ട്രീയമല്ല, കലാപ രാഷ്ട്രീയമാക്കി തീർത്തിരിക്കുകയാണ്. ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ക്യാമ്പസുകൾ ഒരുപാട് നല്ല കാര്യങ്ങൾക്കുള്ള വേദിയാണ്. കുട്ടികളുടെ പഠനേതര പ്രവർത്തനങ്ങൾ, നമ്മുടെ പഠിക്കുന്നതും ആയി ബന്ധപ്പെട്ടത് മാത്രമല്ല, കലോത്സവങ്ങൾ, കായിക മത്സരങ്ങൾ, അവരുടെ വിദ്യാർത്ഥി കൂട്ടായ്മകൾ, സേവന പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ വേദിയാക്കാവുന്ന ഒരു സ്ഥലമാണ്. ഈ ചെറുപ്പക്കാരുടെ ശക്തി, അവരുടെ ഊർജം എത്ര വലുതാണെന്ന് നമുക്കറിയാം. അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നതായി മാറും. മറിച്ച് അതിനെ കലാപത്തിലേക്ക് കൊണ്ടുപോയാൽ സംഭവിക്കുന്നത് വലിയ ദാരുണമായ അപകടങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇവരെ ഇടയ്ക്കിടയ്ക്ക് നാഴികയ്ക്ക് 40 വട്ടം ഈ ഫാസിസത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഫാസിസം ഇവരുടെ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും അത് CPM-ൽ തുടങ്ങി ഏറ്റവും താഴെ SFI-ൽ വരെ, അല്ലെങ്കിൽ ഇനി ബാലസംഘത്തിൽ വരെ അത് എത്തിയോന്ന് ഫാസിസം ശരിക്കും ഉള്ളിലുള്ളതുകൊണ്ടാണ് ഫാസിസത്തിനെ അവർ കാണുന്ന എല്ലായിടത്തും ഫാസിസം ആരോപിച്ച് അതിനെതിരെ പ്രവർത്തിക്കുന്നത്. SFI വലിയ രീതിയിൽ മാറേണ്ടതുണ്ട്. അവർ അത് ചെയ്തില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് SFI സ്വയം അപ്രത്യക്ഷമാകും, അവർ കാണാതാകും എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.